ഏതൊക്കെ രീതിയിലാണ് സംഘികളുടെ വിദ്വേഷ പ്രചരണങ്ങൾ? മതം കയറിയ ആഹാരം നമുക്ക് വേണ്ട പോലും ആഹ്വാനം പന്തളം ശ്രീജിത്ത് ജിയുടേതാണ്. ഹലാൽ മാംസം ബഹിഷ്കരിക്കണം പോലും. ക്രിസ്തുമസ് അടുത്ത സാഹചര്യത്തിലാണ് ശ്രീജിത്തിന്റെ പുതിയ ആഹ്വാനം. ഏതോ ക്രിസ്ത്യൻ പേപ്പർ സംഘടന ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പുറത്തിറക്കിയ ഒരു കുറിപ്പും ശ്രീജിത്ത് പന്തളം പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് രണ്ട് തട്ടിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമം സംഘികൾ നടത്തുന്നതിനിടയിലാണ് ശ്രീജിത്ത് പന്തളത്തിന്റെ കുത്തിത്തിരിപ്പ്. എന്നാൽ അങ്ങനെയൊന്നും ഇവിടുത്തെ സംഘികൾ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതല്ല. കേരളത്തിന്റെ മതേതരത്വം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ശ്രീജിത്തിന് കിട്ടിയിരിക്കുന്ന പൊങ്കാല കൊടുത്തിരിക്കുന്നത് അച്ചായന്മാർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ശ്രീജിത്ത് പന്തളത്തിന്റെ വയറ് നിറഞ്ഞു കാണും. ആകെ കൂടെ 134 ലൈക്കുള്ള ഏതോ ഒരു ഊള പേജിൽ എന്തോ ഒരു വിവരദോഷം പറഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ അച്ചായന്മാർ നാളെ മുതൽ അത് അനുസരിക്കുമെന്ന് കരുതിയോ? ഒന്നാമത് ഹലാൽ എന്നാൽ വേറെ ഒരു അന്യദേവനും അർപ്പിച്ച മാംസമല്ല. അത് തന്നെ പൊട്ടത്തരം. അല്ലേലും തിരിച്ചു കടിക്കാത്ത എന്തിനെ കിട്ടിയാലും ഞങ്ങൾ വറുക്കും, പൊരിക്കും, നല്ല കറി വെച്ചും അങ്ങ് കഴിക്കും. കുത്തിത്തിരിപ്പുണ്ടാക്കാതെ വേണേൽ വന്ന് കൂടെ നിന്ന് കഴിച്ചിട്ട് പൊയ്ക്കോ എന്നാണ് ഒരാൾ ശ്രീജിത്ത് ജിക്ക് നൽകിയ ഉപദേശം. ശ്രീജിത്ത് പന്തളം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ക്രിസ്തുമസിന് ഹലാൽ മാംസം തന്നെ വാങ്ങി കറി വെച്ചിട്ട് ബാക്കി കാര്യം എന്നാണ് മറ്റൊരു കമന്റ്. എന്തായാലും ബഹിഷ്കരണ ആഹ്വാനം കൊണ്ടുവന്ന ശ്രീജിത്ത് ജിയുടെ കളസം അങ്ങ് കീറി. ഹലാൽ എന്നാൽ അതിനർത്ഥം അനുവദനീയം എന്നാണ്. അല്ലെങ്കിൽ തന്നെ പോത്തിനെന്ത് ജാതി, അതിനെ അറുത്ത് കഴിച്ചാൽ മാംസമായി. മുസ്ലിം പോത്ത്, ക്രിസ്ത്യൻ പോത്ത് എന്നൊക്കെ ഉണ്ടോ? അതൊക്കെ പോട്ടെ. ഏതോ ഒരു പേപ്പർ സംഘടനയുടെ കുറിപ്പും വെച്ചാണല്ലോ ശ്രീജിത്ത് ജിയുടെ ആഹ്വാനം. അങ്ങനെ ഒരു സംഘടന തന്നെ ഉണ്ടോ? അതും സംഘികളുടെ തന്നെ സൃഷ്ടിയാണോ എന്നത് മറ്റൊരു കാര്യം. ഹലാൽ മാംസം തിന്നാതെ ഇരിക്കണമെന്ന് സംഘികളോട് പോലും പറഞ്ഞാൽ കേൾക്കില്ല ശ്രീജിത്ത് ജി. ഗൾഫിലൊക്കെ പോയി കിടക്കുന്ന സംഘികൾ ഈ 3 നേരവും വെട്ടി വിഴുങ്ങുന്നതും ഇതെന്താണ്? ഹലാൽ മാംസം തന്നെയാണ്. ഇനി ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടന പറഞ്ഞാൽ പോലും തലയിൽ വെളിവുള്ളവൻ അത് കാര്യമാക്കി എടുക്കില്ല. കാരണം ഗൾഫ് പോലെ അന്യനാടുകളിലൊക്കെ ജീവിക്കുന്നവരാണ് 10,000 വരുന്ന ക്രിസ്ത്യൻ സമൂഹം. അവർ അവിടെ നിന്നും വയർ നിറയെ ഹലാൽ മാംസം വാങ്ങി കഴിക്കാറുമുണ്ട്. മാംസം തിന്നുന്നവർക്ക് എന്ത് ഹലാൽ എന്തു ബിലാൽ. പൊന്നു ശ്രീജിത്ത്, ഇമാതിരി ഉടായ്പം കൊണ്ട് ദയവ് ചെയ്ത് ഇനി കേരളത്തിലേക്ക് വരരുത്. ഈ മണ്ണിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നടക്കില്ല. ഗോവധ നിരോധന നിയമം പാസാക്കി കർണാടകയിൽ ദാണ്ടെ ഗോമാംസം വിറ്റതിന് സംഖ്യയെ പിടിച്ചകത്തിട്ടുണ്ട്. ബീഫ് കയറ്റുമതി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സംഖ്യകൾ ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് കൂടിയാണ്. അവിടെ പോയി ശ്രീജിത്ത് ജി ആദ്യം പ്രതികരിക്കുക. വർഗീയതയും ഒളിപ്പിച്ച് ഇവിടെ കിടന്ന് ഇത്ര കരകയറ്റും കാര്യമില്ല. ഇത് കേരളമാണ്, മലയാളികളാണ്. നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവൂല സാറേ.